our Lord and Savior Jesus Christ. കർത്തൃനാമത്തിൽ ഏവർക്കും ദൈവവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യമാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 20. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. പ്രൈസ് ദ ലോർഡ്. വചനം ഇതാണ് പറയുന്നത്: ഗിവിംഗ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ് അണ്ടു ഗോഡ് ആൻഡ് ഫാദർ ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സകലത്തിനും നന്ദി കരയറ്റുക. അപ്പം ന്യായമായ ഒരു ചിന്ത നമുക്ക് വരും, എൻ്റെ വേദനയുടെ മുഖത്ത് ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കും? രോഗത്തിൻ്റെ മധ്യേ എങ്ങനെ സ്തുതിപ്പാൻ കഴിയും? ദുഃഖ വേളകൾ വരുമ്പോൾ എങ്ങനെ സ്തുതിപ്പാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാം. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എല്ലാറ്റിനായും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. അപ്പോൾ ഏത് സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയും സ്തോത്രം ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനമാണ് അപ്പോസ്തലന് ഈ ഭാഗത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കമാൻഡ്. അങ്ങനെ ചെയ്യുവീൻ, ഡു ലൈക്ക് ദാറ്റ് എന്നുള്ള ഒരു കമാൻഡാണ്, ഒരു സജഷനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രയാസവേളകളിൽ ദൈവത്തെ സ്തുതിക്കുക. നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഗ്രംബിൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കംപ്ലൈൻറ്റ് ചെയ്യും. നമ്മൾ ഇച്ചിരി സ്പീഡിൽ വരികയാണ്, ആ സമയത്താണ് ഒരു ലൈറ്റ് വന്നെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യും. എന്നാൽ ഞാൻ പലപ്പോൾ നോക്കിയിട്ടുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്നവരാരും ഒരു കംപ്ലീറ്റ് ഗ്രീൻ ആണെങ്കിൽ ആരും ദൈവത്തെ സ്തുതിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ധൃതി വരുമ്പോൾ ഒരു ലൈറ്റ്, റെഡ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റാണ്, ആ ലൈറ്റിൻ്റെ ദീർഘം കണ്ടില്ലയോ, അതങ്ങ് നീണ്ടു നിൽക്കുകയാണ് ആ റെഡ് ലൈറ്റ്. എന്നാൽ വരുന്ന വഴിക്കുള്ള കംപ്ലീറ്റ് ലൈറ്റ് ഗ്രീൻ ആയിക്കോട്ടെ, ദർ ഇസ് നോ താങ്ക്സ് ടു ഗോഡ്. ഗ്രംബിളിങ് പറയാൻ, കംപ്ലൈനിങ് പറയാൻ നമ്മൾ വളരെ മിടുമിടുക്കരാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് പറയുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യു ഷുഡ് നോട്ട് ഗ്രംബിൾ, യു ഷുഡ് നോട്ട് കംപ്ലൈൻ, ബട്ട് ഗീവ് താങ്ക്സ് അൺ ടു ദ ലോർഡ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ പല അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഫ്യൂ സെക്കൻഡ്സ് ഏർലിയർ ആയിരുന്നെങ്കിൽ ആക്സിഡൻറ്റിന് ഭവിക്കേണ്ടത് വേറെ ആളുകൾക്കല്ല, എനിക്കായിരുന്നേനെ. എന്നാൽ ഞാൻ എന്തുകൊണ്ടോ ഇച്ചിരി സ്ലോ ആയിപ്പോയി. അതുകൊണ്ട് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ തൊട്ട് മുമ്പ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അല്പം കൂടെ മുമ്പിലായിരുന്നെങ്കിൽ എനിക്ക് വരേണ്ട ആക്സിഡൻ്റ് അല്ലേ അത്. അതിനൊന്നും നന്ദിയില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കംപ്ലൈൻറ്റ് മുഴുവൻ ദൈവത്തിന്. എന്തിന് ദൈവം ഇതെനിക്ക് വരുത്തി എന്നുള്ള ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ തോന്നും സന്തോഷമായി. നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ മേശപ്പുറത്ത് കിട്ടാനുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എല്ലാം ഉണ്ട്, അല്ലെ അതുണ്ട് ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് സന്തോഷം. ആഹാ, ഒരു താങ്ക്സ് പറഞ്ഞേക്കാം ദൈവത്തിന് എന്ന് നമുക്ക് തോന്നും. എന്നാൽ അപ്പോസ്തലൻ്റെ ഭാഷ്യം അതല്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സമൃദ്ധിയായിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രമല്ല, ഏത് സാഹചര്യത്തിലും നന്ദി കരയറ്റണം എന്നുള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് തരുന്നത്. യാക്കോബ് അപ്പോസ്തലനും തൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നും ഇറങ്ങി വരുന്നു. എന്ന് പറഞ്ഞാൽ എവരി ഗുഡ് ഗിഫ്റ്റ്സ് ആൻഡ് എവരി പെർഫെക്റ്റ് ഗിഫ്റ്റ്സ് ഈസ് ഫ്രം എബവ് ആൻഡ് കമത്ത് ഡൗൺ ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം ദൈവമാണ്. അപ്പോൾ പിന്നെ അല്ലാത്ത ദാനങ്ങളുടെയോ അല്ലാത്ത കാര്യങ്ങളുടെയോ? ഇതൊരു ഫോളൻ വേൾഡാണ്. ഈ ലോകം പാപത്താൽ നിറയപ്പെട്ട ഒരു ലോകമാണ്. പിശാച് ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിൽ നിന്ന് മനുഷ്യർക്ക് ദോഷം വരാം, നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് തിന്മ വരാം. ഇങ്ങനെ പല രീതിയിൽ ഒരു ഫോളൻ വേൾഡ് ആയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാം. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ
അതിൻ്റെ മുൻപിൽ പിറുപിറുക്കരുത്, അതിൽ നേരെ നിന്നാൽ നിശ്ചയമായ ഒരു വിജയമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ the whole world lieth in wickedness. ദുഷ്ടൻ്റെ അധീനത്തിൽ കിടക്കുന്നു. ദുഷ്ടൻ്റെ അധീനത്തിലല്ലല്ലോ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചാക്കിയത്. ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ദൈവമായി നീ ഇരുന്നോളാനാണ് പറഞ്ഞത്. ഒറിജിനൽ ലാംഗ്വേജിൽ അതിൻ്റെ അർത്ഥം നീ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യണം. സസ്യലതാദികളെ, മൃഗങ്ങളെ, പക്ഷികളെ ഒക്കെ കൺട്രോൾ ചെയ്യത്തക്കവണ്ണം ദൈവം സൃഷ്ടിച്ച് മനുഷ്യനെ ആക്കിയത് അവയെ അടക്കി ഭരിക്കാനാണ്. റൂൾ ആൻഡ് ഡൊമൈൻ. ഈ ലോകത്തെ അടക്കി ഭരിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് ആദം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യനത് സാത്താൻ അടിയറ വെച്ചു. സാത്താൻ പറഞ്ഞത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ ആദാമിൻ്റെ കൺട്രോൾ മാറി പിശാചിൻ്റെ കൺട്രോൾ വന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധിപതിയാക്കി ദൈവമാക്കി വെച്ച, അഥവാ ഇൻ അനദർ വേർഡ്, ഈ ലോകത്തിന് ദൈവമാക്കി ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാക്കി ആക്കി വെച്ച ആദമവ്വമാർ പാപം ചെയ്തതോടുകൂടി ആരുടെ വാക്ക് ആദമവ്വമാർ കേട്ടനുസരിച്ചുവോ അവരുടെ കൺട്രോളിൽ ഈ ഭൂമിയായി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാത്താൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ കൺട്രോളിൽ ഭൂമിയാകാൻ പാടില്ല, ഈ ലോകത്തിലുള്ളതൊന്നും ആകാൻ പാടില്ല, എല്ലാം പിശാചിൻ്റെ കൺട്രോളിലായിരിക്കണമെന്നുള്ളതാണ് സാത്താൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഉപായത്താൽ ആദത്തെയും വശീകരിപ്പാനും വഞ്ചിക്കുവാനും സാത്താൻ ശ്രമിച്ചതും അങ്ങനെ ആയിത്തീർന്നതും. എന്നാൽ ഒടുക്കത്തെ ആദാമിൻ്റെ അടുക്കലും സാത്താൻ ഇതേ അഭ്യാസം കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, യേശു സ്നാനപ്പെട്ടതിന് ശേഷം ഉപവാസത്തിൽ ഇരിക്കുകയാണ്. 40 ദിവസം ആത്മനിറവോടുകൂടി പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശു മരുഭൂമിയിലേക്ക് കടന്നുപോയി. യേശുവിനറിയാം പരീക്ഷകൻ വരുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞതല്ല എന്താ, ഈ ആദമിന് കൊടുത്ത മൂന്ന് കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ജഡമോഹം, ഈ പക്ഷം ഇത് നല്ലതാണ്, നീ ഇത് കഴിക്കണം. കൺമോഹം, നിൻ്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെയാകും. ലോകത്തിൻ്റെ പ്രതാപം, നിനക്ക് പ്രതാപവാനായിരിക്കാം. ഇതേ 3 അടിസ്ഥാന തത്വങ്ങളുമായിട്ടാണ് പിശാച് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഇന്ന് നമ്മുടെ അടുക്കലും വരുന്ന അതാ. ജഡമോഹം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ 3 കാര്യങ്ങൾ. അപ്പോൾ പിശാച് വന്ന് യേശുവിനോട് പറഞ്ഞു, ജഡമോഹം, ഈ കല്ലെല്ലാം അപ്പമാകാൻ പറ, നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, 40 ദിവസമായില്ലേ ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു, വിശപ്പുണ്ടല്ലോ. ഞാനത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബ്രദറുമായിട്ട് ഒരു ആത്മീയ സഹോദരനുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുണ്ടായി, ഈ ഇസ്രയേൽ കടന്നു ചെന്നാൽ അവിടുത്തെ കല്ലൊക്കെ നല്ല പോളിഷ്ഡ് കല്ലാണ്. ഓർക്കുന്നോ, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു ബണ്ണ്, ബ്രെഡ്, ഇച്ചിരി മധുരമൊക്കെയുള്ള ബണ്ണ്, അതുപോലെ ഇരിക്കും പാറയുടെ ഷേപ്പ്. അപ്പോൾ യേശുവിനെ കാണിക്കുകയാണ്, നോക്കിയാൽ നല്ല ബ്രെഡ് പോലെ ഇരിക്കുന്നു, ഇതിനെ ബ്രെഡാക്കാൻ നിനക്ക് കഴിയുമല്ലോ, നിനക്ക് വിശപ്പുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജഡമോഹം, ജഡത്തിൻ്റെ ആവശ്യത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്. ജഡമോഹം. യേശു എന്തോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് വചനത്തിൽ എഴുതിയിട്ടില്ലേ? അവനെ ഓർപ്പിച്ചു. അങ്ങനെ നീ വചനം കൊണ്ടാണ് എന്നെ എതിർക്കുന്നതില്ലേ, എന്നാൽ പിന്നെ വചനം തന്നെ ഇരിക്കേ. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകയില്ല എന്നൊരു വചനമുണ്ടല്ലോ. അപ്പം നീ ഈ ദേവാലയത്തിൻ്റെ അഗ്രം വളരെ കിളന്നാന്നല്ലോ, അതിൽ നിന്ന് താഴോട്ടൊന്ന് ചാടാൻ, നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാക്കുമെന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു അതിനുശേഷം ജീവിതത്തിൻ്റെ പ്രതാപമാണ് കൊണ്ടുവന്ന മൂന്നാമത്തേതായിട്ട് എന്താണ്, ഈ സകല ലോകവും എന്നെ ഏൽപ്പിച്ചിരിക്കുക. മനുഷ്യകുലത്തിൻ്റെ ആദ്യ പിതാവ് ആദാം പാപം ചെയ്തതോടുകൂടി നിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയെല്ലാം വീണ്ടും നീ ഏറ്റെടുക്കണമെന്നുള്ളതാണല്ലോ.
മനുഷ്യരെയും ലോകത്തെയും എല്ലാം ഏറ്റെടുക്കണമെന്നുള്ളതാണല്ലോ. നിൻ്റെ രാജ്യം വരണമെന്നാണല്ലോ നീ പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നതും. അപ്പോൾ രാജ്യം ദൈവരാജ്യം അല്ലെങ്കിൽ നിൻ്റെ രാജ്യം വരാൻ പോകണമെങ്കിൽ എന്തിനായി ക്രൂശിൽ കയറാൻ പോകുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നീ അടിയേക്കേണ്ട കാര്യമുണ്ടോ? ക്രൂശ് മരണമേക്കേണ്ട കാര്യമുണ്ടോ? നിൻ്റെ അമ്മയ്ക്ക് ഭാരം കൊടുക്കണോ നീ ഇങ്ങനെ മരിച്ച് കഷ്ടപ്പെടുന്നത് കാണാൻ അതിൻ്റെ താഴെ നിന്നുകൊണ്ട്? ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. എന്നെ ആദാം ഏൽപ്പിച്ചിരിക്കുന്ന സകലതും, ഈ സകല ലോകത്തിൻ്റെ മഹത്വവും ഞാൻ നിന്നെ അങ്ങ് തിരികെ തന്നേക്കാം. എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ 3 പരീക്ഷയും, ആദമിന് നേരിട്ട സകല പരീക്ഷയും യേശു ജയിക്കുകയാണ് ചെയ്യുന്നത്. അനുദിന ജീവിതത്തിൽ ഈ 3 വിധ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ജഡമോഹം, എൻ്റെ ശരീരത്തിന്, കൺമോഹം, കൊള്ളാം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതുപോലെയുള്ള എല്ലാ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മളതിനെ അതിജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ പാപത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവം സകലതും നന്മയ്ക്കായി സൃഷ്ടിച്ചു. ഓരോ സൃഷ്ടിയും കഴിയുമ്പോൾ ദൈവം പറഞ്ഞു ഇറ്റ്സ് ഗുഡ്, നല്ലത് എന്ന ദൈവം കണ്ടു. ഓരോ സൃഷ്ടിയും കഴിയുമ്പോൾ ദൈവം പറഞ്ഞത് എന്താണ്? നല്ലത്. തിന്മയായിട്ടൊന്നും കണ്ടില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം നന്മയ്ക്കായി കൊടുത്ത ഒരു വസ്തു ആദം ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവം അവന് കൊടുത്തത് സ്വാതന്ത്ര്യമാണ്. പ്രൈസ് ദ ലോർഡ്. സ്വാതന്ത്ര്യം, സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി പ്രവർത്തിപ്പാനും സ്വന്തമായി തീരുമാനമെടുക്കാനുമുള്ള ശക്തിയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കുരങ്ങുകളെ സൃഷ്ടിച്ചതുപോലെയോ കോഴികളെ സൃഷ്ടിച്ചതുപോലെയോ ഒക്കെ ഒരു വൃന്ദം മനുഷ്യജാതിയെ സൃഷ്ടിച്ച് അതിന് ദൈവമായിരിക്കാനല്ല ദൈവം കാംക്ഷിച്ചത്. തൻ്റെ രൂപം സാദൃശ്യം, ദൈവത്തിന് സ്വന്തമായി ചിന്തിക്കുവാനുള്ള കഴിവുള്ളവനാണ്. ദൈവത്തിന് സ്വന്തമായ തീരുമാനമെടുപ്പാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ദ ലോർഡ്. ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തോടുകൂടിയ രൂപകൽപ്പനയാണ് മനുഷ്യന് ദൈവം കൊടുത്തത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ മനുഷ്യൻ ആ സ്വയം എടുക്കുവാനുള്ള തീരുമാനത്തെ സാത്താൻ കൊണ്ടുവന്ന ആലോചനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അവൻ സ്വയമാണ് തീരുമാനിക്കേണ്ടത്. ദൈവം എൻ്റെ സൃഷ്ടിതാവാണ്. അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ദൈവത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ നീ ദൈവത്തെ പോലെ ആകുമെന്ന് ഈ പിശാച് പറയുന്നതിനകത്തെ കഴമ്പെന്താണ്? ദൈവത്തെ പോലെയുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന, സൃഷ്ടി ചെയ്യപ്പെട്ടിരിക്കുന്ന എന്നെ ഞാൻ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറയുന്നതിൽ എന്താണ് സത്യം എന്ന് ചിന്തിക്കേണ്ടവൻ തെറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ദൈവം നന്മയ്ക്കായി അവന് ഫ്രീഡം കൊടുത്തു. എന്നാൽ ആ ഫ്രീഡത്തെ ആദം ദുർവിനിയോഗപ്പെടുത്തി. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, സ്വയം തീരുമാനിച്ചു വേണം ഓരോ വ്യക്തിയും ദൈവത്തെങ്കിലേക്ക് വരുവാൻ. ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ദൈവത്തെങ്കിലേക്ക് വരികയല്ല, ബോധപൂർവം എന്നെ സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്ക് ഞാൻ ആണയും അടുത്തു വരും എന്ന് ബോധപൂർവമാണ് ഒരു വ്യക്തി കർത്താവിനെ അനുഗമിക്കാനായിട്ട് കടന്നു വരേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ 3:16, ജോൺ 3:16 ഒരു സിമ്പിൾ ബൈബിൾ വേഴ്സായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അവിടെ ഈ തത്വം പ്രഖ്യാപിച്ച് എഴുതിയിരിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്ന ഏവനും.
ജന്മം കൊണ്ടല്ല, ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ദൈവത്തെ ഫോളോ ചെയ്യാൻ. ആദമിനെ സൃഷ്ടിച്ചതുകൊണ്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് എന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ അനുഗമിക്കണം, കൽപ്പന നിറവേറ്റണം എന്നുള്ള ബോധപൂർവമാണ് ആദം ദൈവത്തെ അംഗീകരിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് ന്യായമായ ഒരു ചോദ്യം വരുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എന്തിനിത് അനുവദിച്ചു? ഈ പാപം ചെയ്യാൻ എന്തിനെ അനുവദിച്ചു? ഗോഡ് മെയ്ഡ് എവറിത്തിങ് ഗുഡ്. ദൈവം നല്ലതെന്ന് പറഞ്ഞു. എന്നാൽ തെറ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദ്യം വരാം. ഹി ഗേവ് ദം ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ഫ്രീഡം കൊടുത്തിരിക്കുക. ഇന്നും ആ ഫ്രീഡം ഉണ്ട്. നമുക്ക് യേശു പറയുന്നതിനെ അംഗീകരിപ്പാൻ കഴിയും, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ കഴിയും. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസി വചനത്തിൽ വിറച്ചുകൊണ്ടല്ലേ, വചനത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കണമെന്നുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് സ്നാനപ്പെട്ടു. സ്നാന ശുശ്രൂഷയിൽ ഞാൻ ഇങ്ങനെ പ്രസ്താവിച്ചു, ഒരു കുടുംബത്തിൽ നിന്ന് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ദൈവ വഴിയിലേക്ക് വരുന്നതും സ്നാനപ്പെടുന്നതൊക്കെ നല്ല കാര്യമാണ്, ഒന്നിച്ചു വരുന്നെങ്കിൽ അത് നല്ല ഒരു കാര്യമാണ്. പക്ഷെ മറ്റേയാൾ വരുന്നില്ലല്ലോ. മറ്റേയാൾ വരുന്നില്ലെങ്കിൽ ഈ ആൾ തന്നെ തൻ്റെ രക്ഷയുടെ വഴി നോക്കണ്ടേ? അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. സ്പൗസ് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടണ്ട. രക്ഷിക്കപ്പെടുമ്പോൾ മതി, അതുവരെ വെയിറ്റ് ചെയ്യണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ടിരിക്കണം. പിന്നെ ന്യായമായ ഒരു സംശയം വരാം, സ്നാനപ്പെട്ട് ചില കാലങ്ങൾ കഴിഞ്ഞ് പഠിച്ച് ഒക്കെ പോരെ, വല്ല നിറവ് പ്രാപിച്ച് അറിവ് പ്രാപിച്ചിട്ട് പോരെ എന്നുള്ളൊരു ചിന്ത വരാം. ഈ ഷണൻ അല്ലെങ്കിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണൻ തേരിലിരുന്നു കൊണ്ട് ഫിലിപ്പോസിൽ നിന്ന് വചനം ശ്രവിച്ചു. എത്ര ദിവസം എടുത്തു വെള്ളമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ പറയാൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? ദിവസങ്ങളൊന്നും കഴിഞ്ഞില്ല, മേ ബി ഫ്യൂ അവേഴ്സ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്നാനം. വേറൊന്ന്, കൊർന്നല്യൂസിൻ്റെ ഭവനത്തിൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. കേട്ടവരെല്ലാം ആത്മനിറവായി. അവിടെ പൂർണ്ണ സുവിശേഷത്തിനകത്ത് സ്നാനവുമുണ്ട്. സ്നാനത്തിൻ്റെ കാര്യമൊക്കെ അവർ കേട്ടു. അവർ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ കൂടെ വന്നവർ ചോദിക്കുക, നമുക്ക് ലഭിച്ചതുപോലെ ആത്മാവിനെ പ്രാപിപ്പാൻ ദൈവം ഇവർക്ക് ഇടയാക്കിയല്ലോ, പിന്നെ നമ്മൾ എന്തിന് വെള്ളത്തെ വിലക്കണം എന്ന് ചോദിച്ച് ആ രാത്രി തന്നെ അവരെ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ സ്നാനപ്പെട്ട് ദീർഘവർഷങ്ങൾ കഴിയേണ്ട ഒരാൾ സ്നാനപ്പെടാൻ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എത്രയും വേഗം സ്നാനം കൊടുക്കുവാൻ ദൈവവചനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ന്യായമായ വേറൊരു ചോദ്യം നമുക്ക് വരുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ദൈവഹിതാനുസരണം ജീവിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്തിന് ദോഷം വരുന്നു? ദൈവത്തെ അനുസരിക്കുന്നു, ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ദോഷം? പ്രൈസ് ദ ലോർഡ്. ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ ഭൂമി പാപത്തിന് അധീനതയിലാണ്. പിശാച് ഇവിടെ പ്രവർത്തിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ യേശു പഠിപ്പിക്കുകയില്ലായിരുന്നു നിൻ്റെ രാജ്യം വരയണമേ എന്ന്. ഫ്യൂച്ചർ ടെൻസിൽ രാജ്യം വരയണമേ എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകം, ഭൂമി, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്വം ആയിട്ടില്ല എന്ന് നിശ്ചയമാണ്. ദൈവം ഈ ഭൂമിയെ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രമേയം, ദൈ കിങ്ഡം കംസ്, ലെറ്റ് യുവർ കിങ്ഡം കം, നിൻ്റെ രാജ്യം വരയണം. അതെന്ന് വരും? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉള്ള വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളാനായിട്ടും ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം തരികയും ചെയ്യുവാനായി സമീപഭാവിയിൽ വരും. ഇന്ന് വൈകിട്ടാണെന്നോ നാളെ രാവിലെയാണെന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയും വേഗം വരും. അതിനുശേഷം മഹോദ്രവം ഈ ഭൂമിയിൽ നടക്കും. അന്തിക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും 7 വർഷം. അത് കഴിഞ്ഞാൽ
തൻ്റെ തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ലോകത്തെ അടക്കി ഭരിക്കും. ശിഷ്യന്മാരോട് ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് ലോകഭരണം ഏറ്റെടുക്കുന്ന അന്നേരമാണ്. അപ്പോൾ അതിനുശേഷം മാത്രമാണ് ഭൂമി കംപ്ലീറ്റ്ലി ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സ്വർഗം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വന്ന് സ്വർഗം പോലെ തന്നെ ഭൂമി ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്നത്. എന്നാൽ അതുവരെ ഈ ലോകത്തിൽ കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഉപദ്രവങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഭക്തയോട് ഉള്ള ബന്ധത്തിൽ അത് നന്മയ്ക്കാക്കി കൂട്ടി വ്യാപരിപ്പിക്കും. റോമാലേഖനം 8:28 ഇങ്ങനെ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും. And we know that all things work together for good to them that love God. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തയായ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും അത് നന്മയ്ക്കാക്കി ദൈവം തീർക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയണം, താങ്ക് യു ഗോഡ്, ദൈവമേ നിനക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതിയത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് തുടരുമ്പോൾ പറയുകയാണ്, എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. പൗലോസിൻ്റെ ലേഖനം കാരാഗൃഹത്തിൽ കിടന്നെല്ലാം കിടന്നെഴുതിയ ലേഖനങ്ങളിലെല്ലാം പൗലോസ് പരാതിപ്പെടുകയല്ല, ഗ്രംബിൾ ചെയ്യുകയല്ല, മർമർ ചെയ്യുകയല്ല. പൗലോസ് പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാലും അവന് പറയാൻ സാധിക്കണം, താങ്ക് യു ഗോഡ്, ഇതും എൻ്റെ ജീവിതത്തിൽ നീ നന്മയ്ക്കാക്കി തീർത്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ ജീവിതത്തിലെ വിഷമ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അവയെ ഒന്നും അക്കമിട്ട് അത് പറയുന്നില്ല. എന്നാൽ ഞാൻ ഫേസ് ചെയ്ത എൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും മുഖത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കണമെന്നും കുറച്ചുകൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ള ചിന്തയാണ് എന്നെ ഭരിച്ചിട്ടുള്ളത്. എൻ്റെ വിശ്വാസം ഭൂരിപക്ഷം വിശ്വാസികളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണെന്നാണ്. എന്ന് മാത്രമല്ല, നമ്മളെ കറക്റ്റ് ചെയ്യാനാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസം എന്താ ഞാൻ പറഞ്ഞല്ലോ. എബ്രായ ലേഖനം 12:6 ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. പിള്ളേരെ വേണ്ട രീതിയിൽ ശിക്ഷണം കൊടുത്തു തന്നെ വളർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. രാജ്യത്തിൻ്റെ നിയമം എങ്ങനെ ആയിരുന്നാലും ഡിസിപ്ലിനിൽ തന്നെ വേണം പിള്ളേരെ വളർത്താൻ. അല്ലാതെ അവർ ഡിസിപ്ലിൻ അല്ലാതെ അങ്ങ് പഠിക്കുകയല്ല. പ്രായമുള്ള നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പിള്ളേരെ വേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പണിഷ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായിരുന്നുവെന്ന് പ്രായമായപ്പോൾ അവർ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും, ആത്മീയരായ നമ്മുടെ ജീവിതത്തിലെയും കുറവുകളെയും കുറ്റങ്ങളെയും കണ്ട് അറിയുവാനും അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും കറക്ഷൻ സംഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസ വേദനയുടെ സമയമൊക്കെയും ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ദാവീദ് കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. സങ്കീർത്തനം എഴുതിയിട്ടുള്ള പല സങ്കീർത്തനക്കാരും പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മളെപ്പോലെ തന്നെ. 119 സങ്കീർത്തനം അതിൻ്റെ 67 വാക്യത്തിൽ ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ. ബിഫോർ ഐ വാസ് അഫ്ലിക്റ്റഡ് ഐ വെന്റ് ആസ്ട്രേ, ബട്ട് നൗ ഹാവ് ഐ കെപ്റ്റ് ദൈ വേർഡ്. നിൻ്റെ വചനം ഇപ്പോൾ ഞാൻ അനുസരിക്കുന്നു. അപ്പോൾ അനുസരണത്തിലേക്ക് നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ നയിക്കുന്നു. ട്രബിൾ കറക്റ്റ്സ് us, make us closer to our living God. നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഉപയുക്തമായി തീരുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 12:7-9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ
ആ വാക്യമെല്ലാം വായിക്കുന്നില്ല. അത് എങ്ങനെയാണ്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതെ ഇരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഈ ശൂലം തന്നിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അദ്ദേഹം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ആത്മീയനാണ്. ഒന്നാം സ്വർഗം ആകാശമണ്ഡലം, രണ്ടാം സ്വർഗം ദൂതന്മാരുടെ ആസ്ഥാനം, മൂന്നാം സ്വർഗം ആസനസ്ഥനായിരിക്കുന്ന സ്ഥലം എന്നുള്ള അവസ്ഥയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറയുന്നു. എന്നാൽ അദ്ദേഹം അതേക്കുറിച്ചൊന്നും കൂടുതൽ പ്രസ്താവിക്കുന്നില്ല. അതൊന്നും പറയാൻ എനിക്ക് പെർമിഷൻ ഇല്ലെന്നാണ് പൗലോസ് പറയുന്നത്, ഞാൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിഗളിച്ചു പോകാതെ ഇരിക്കാൻ എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. താൻ ശാരീരികമായി അസ്വസ്ഥനായിരുന്നു, രോഗിയായിരുന്നു, വേദന സഹിച്ച വ്യക്തിയാണ്. എന്നാൽ 3 തവണ വളരെ സമയമെടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഞാൻ പറയാം, 3 കൊല്ലം ഉപവാസയോഗം തന്നെ മാസങ്ങളോളം അല്ലെ ദിവസങ്ങളോളം എടുത്തെന്നു എന്നുള്ള രീതി നമുക്ക് വേണേൽ തന്നെ പറയാം. എന്നാൽ അന്നേരം ഒന്നും സൗഖ്യം കൊടുത്തില്ല. പറഞ്ഞത് എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. നമ്മെ കൂടുതലായി ദൈവത്തോട് അടുപ്പിക്കാനുള്ള ഒരു കാര്യമാണ് എൻ്റെ ജഡത്തിലുള്ള ശൂലം എന്നുള്ള രീതിയിൽ പൗലോസ് അപ്പോസ്തലനെ എടുത്തു. അതുകൊണ്ട് ആ രോഗമുള്ളവരൊന്നും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. എന്നാൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്ന് പൗലോസിനെ പോലെ ആത്മീയ പുഷ്ടിയിൽ നിൽക്കുന്ന വ്യക്തി പറയുകയാണ്. നമുക്കറിയാം, സദൃശവാക്യം 16:18 പറയുന്നുണ്ട്, പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. നിഗളം വീഴ്ചയ്ക്ക് മുന്നോടിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാനായിട്ടാണ് ഈ അവസ്ഥ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെ കണ്ടത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1-3-4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലെ കഷ്ടത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കേണ്ടതിന് ദൈവം എനിക്ക് ഈ പ്രശ്നം തന്നിരിക്കുന്നു എന്നുള്ള നിലയിലാണ് പൗലോസ് അതിനെ കാണുന്നത്. തൻ്റെ കഷ്ടാനുഭവം, തൻ്റെ പ്രയാസം ഒരു ശാപമായിട്ടെടുക്കാതെ എൻ്റെ നിലയിൽ തന്നെ കഷ്ടം അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവരെ ഒന്ന് സമാശ്വസിപ്പാൻ ഇത് ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അതിനെ എടുക്കുന്നു. തുടർന്ന് അദ്ദേഹം ഫിലിപ്പിയ ലേഖനം 1:12 പറയുന്നുണ്ട് അതേക്കുറിച്ച്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതൊരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തടവിലാണ്. ആ തടവിൽ കിടന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുകയാണ്. റോമ ഗവൺമെൻറ്റിലുള്ള പ്രശസ്തന്മാരായ അനേകരോടും വചനം പ്രഘോഷിക്കുന്നു. അവരിൽ പലരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയാറുണ്ട്, അതൊരു നല്ല സാക്ഷ്യത്തിനായിട്ട് ദൈവം എനിക്ക് തന്നു എന്ന് മാത്രമല്ല, നമുക്കൊരു സ്പിരിച്വൽ മച്യൂരിറ്റി വരുവാൻ അത് ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഞാനത് ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 1 പത്രോസിൻ്റെ ലേഖനം ത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായം 12-ാം വാക്യം തൊട്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അപ്പോൾ കഷ്ടതയോ നിന്നയോ പരിഹാസമൊന്നും ഉണ്ടായാൽ വിഷമിക്കരുത് എന്നുള്ള ആഹ്വാനം പത്രോസ് അപ്പോസ്തലനും പൗലോസിനെ പോലെ പറയുകയാണ്. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഇയ്യോബ്. അദ്ദേഹത്തിനും ഉണ്ടായ ദണ്ഡനങ്ങളൊക്കെ നമുക്ക് അറിയാത്തവരല്ല. എന്നാൽ ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട് 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും.
എനിക്ക് കഷ്ടം വന്നതുകൊണ്ടോ പ്രയാസം വന്നതുകൊണ്ടോ ഞാൻ അവൻ്റെ വഴി വിട്ടു മാറുകത്തില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഇങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയമാണ് നമുക്ക് വേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8:18 അതിനെ ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. ഈ ലോകത്തിലെ നിന്ദയോ പരിഹാസമോ വേദനയോ ഒക്കെ സഹിക്കേണ്ടി വരുന്നവരുണ്ട് കർത്താവിൻ്റെ നാമത്തെ പ്രതി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ വെളിപ്പാടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ പോയതുകൊണ്ടാണ് അവന് ക്രൗൺ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ക്രോസ് ഉണ്ടെങ്കിൽ ഒരു ക്രൗണുണ്ട്. നമ്മുടെ കഷ്ടതയ്ക്കൊരു റിവാർഡുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചവനാണ്, മരണത്തിലൂടെ കടന്നുപോയവനാണ്. മരണത്തെയും പാതാളത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്ന മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളതുകൊണ്ട്, പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് സമനായി തീർന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നു. ഈ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് ജയാളികളായി മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.